യെസ്, തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പിന്നെ ധാരാളം ട്രോളുകൾ അയച്ചു തരുന്നുണ്ട്. ഞാൻ കാണാതെ പോകുന്ന ഒരുപാട് ട്രോളുകളുണ്ട്. ഐ അപ്രീഷിയേറ്റ് ദ ക്രിയേറ്റിവിറ്റി, നോ ഡൗട്ട്. ഞാനിത് എനിക്കെതിരായിട്ടുള്ള ട്രോളാണെങ്കിലും ഈ ട്രോള് എഴുതിയതാരാ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്താരാ നമുക്കറിയില്ലോ. ബട്ട് ഐ ജെനുവിൻലി സിൻസിയർലി ഐ അപ്രീഷിയേറ്റ് യുവർ ടാലൻറ്റ് ആൻഡ് എബിലിറ്റി. കാരണം ഞാൻ പോലും ചിരിക്കുന്ന രീതിയിലുള്ള ട്രോളുകൾ പലതുണ്ടായിരുന്നു. ഐ എൻജോയ്ഡ് ഇറ്റ്. ദാറ്റ്സ് എനിക്ക് അതിൻ്റെ വേറൊരു ഇതില്ല. യാ, നാച്ചുറലി അത് ഉണ്ടാവുമല്ലോ. കാരണം ഒരു സൈബർ ബുള്ളിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. നോം ഓഫ് ദി ഡേ എന്ന് പറഞ്ഞ മാതിരി ഇന്നത്തെ കാലഘട്ടത്തിൽ അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഈ ഫൈറ്റിനൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യാനും കൂടി തയ്യാറായിട്ട് വേണം ഇറങ്ങാൻ എന്നുള്ളതാണ്. സോ ഐ എം പ്രിപ്പയർഡ്. ഐ ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. നോ പ്രോബ്ലം. ലെറ്റ് ദം ഡു ദാറ്റ് എന്നുള്ളത്. ഒറ്റയ്ക്കാണ് മുന്നോട്ട് ഇറങ്ങിയത്. പാർട്ടി വേണ്ട വിധത്തിലൊരു അതേ ഊർജ്ജത്തോടെ പിന്നീടുണ്ടോ എന്ന് സംശയം പലപ്പോഴും താങ്കൾ എന്താണ് വന്നിരിക്കുന്നത്? ഇല്ലെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അല്ല, ഞാൻ നിയമ പോരാട്ടത്തിന് പോകുന്നതിന് മുമ്പ് പാർട്ടിയുടെ അനുമതി ചോദിച്ചിരുന്നു. പാർട്ടി എന്ന നിലയിൽ KPC പ്രസിഡന്റിനോടും ഞാൻ MLA എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിനോടും അനുമതി ചോദിച്ച് രണ്ടുപേരുടെയും അനുമതി വാങ്ങിയതിന് ശേഷമാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. അതിന് നിയമ പോരാട്ടത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ അവരെ ബ്രീഫ് ചെയ്തിരുന്നു. എസ്പെഷ്യലി VD Session ബീങ് എ ലോയർ ഓൾസോ, ഈ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. അദ്ദേഹം നോക്കിയതിന് ശേഷം അദ്ദേഹം അനുമതി തന്നതിന് ശേഷമാണ് ഞാൻ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. അല്ല, അത് അങ്ങനെയാണല്ലോ. നമ്മൾ മുമ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ വരുന്ന അസ്ത്രങ്ങളെല്ലാം പതിക്കുന്നത് നമ്മുടെ മേലായിരിക്കും. നാച്ചുറലാണ്. രാഷ്ട്രീയപരമായി കൂടെ നേരിടാനുള്ള നടപടി എന്താണെന്ന് നിയമപരമായി താങ്കൾ നേരിടുന്ന അഭിഭാഷകനാണ്. ഇത് രാഷ്ട്രീയപരമായി എങ്ങനെയാണ് ഈ പാർട്ടി ഉൾപ്പെടെയുള്ള ഒരു എങ്ങനെയാണ് മാസപ്പടി വിഷയത്തിൽ ഇതിന്റെ പേരിൽ ഇതുകൊണ്ട് ഈ മാസപ്പടി വിഷയത്തിന്റെ ചാപ്റ്റർ ക്ലോസ് ആവുന്നുള്ളത് വെറും മിഥ്യാധാരണയാണ്. അത് വെറും അതിമോഹമാണ്. ഈ ഒരു വിജിലൻസ് കോർട്ട് ജഡ്ജ്മെന്റിന്റെ പേരിൽ മാസപ്പടി എന്ന കേരളം കണ്ട വലിയ അഴിമതി മായ്ച്ചു കളയാമെന്ന് CPMO നേതാക്കന്മാരോ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ്. വി വിൽ ടേക്ക് ഇറ്റ് ടു ദ പീപ്പിൾ. കാരണം കേരളത്തിലെ സാമാന്യ ജനം, ഈവൻ കമ്മ്യൂണിസ്റ്റ് സഖാക്കളടക്കം ഉള്ളവർക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ബോധ്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കും. ഞാനിപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ യോഗങ്ങളുണ്ടായിരുന്നു. വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള CPMന്റെ ഒരുപാട് പേര് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഈ തവണത്തെ പോളിംഗ് കുറഞ്ഞതിൻ്റെ ഒരു റീസൺ അതാണ്. ഞാനിത് വെറുതെ ബ്ലഫ് ചെയ്ത് പറയുന്നതല്ല. ഞാൻ ബൂത്ത് തിരിച്ചുള്ള വിലയിരുത്തൽ നടത്തി അതിൻ്റെ അകത്ത് ഓരോരുത്തരും വോട്ട് ചെയ്യാൻ പോകാതിരുന്ന ആളുകളെ കുറിച്ച് പഠിച്ച് അതിൽ CPM വോട്ടുകൾ എന്തുകൊണ്ട് ചെയ്യപ്പെട്ടില്ല എന്ന് പഠിച്ചപ്പോൾ ഞങ്ങൾ പോയാൽ പാർട്ടിക്കെതിരായി വോട്ട് ചെയ്യേണ്ടി വരും എന്നതുകൊണ്ട് പോകുന്നില്ല എന്ന് 1 അല്ല 9 അല്ല നിരവധി ആളുകൾ പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഇന്നത്തെ ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടുമുള്ള സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിഷേധം ഈ വോട്ടെടുപ്പിൽ പോളിംഗ് കുറഞ്ഞതിലൂടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലും പഠനത്തിലും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മാസപ്പടി വിഷയം ഈ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അഴിമതി ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലും അത്രമേൽ ആഴത്തിലുണ്ട്. അവർ അത് വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായും നിയമപരമായും ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകും.